Students, we are going to discuss about the topic programmed cell death or apoptosis. So what is apoptosis? Apoptosis or programmed cell death is a highly regulated process that allows a cell to self-degrade in order to eliminate unwanted or dysfunctional cells. So in order to destroy unwanted or dysfunctional cells, the cell will allow a self-degradation process which is known as apoptosis. So what are the things that happen during apoptosis? During apoptosis, the genome of the cell will fracture, that is genome will degrade or DNA will degrade, the cell will shrink and the part of the cell will disintegrate it into smaller apoptotic bodies. So apoptosis or the programmed cell death is a mechanism for destroying unwanted or dysfunctional cells, and it is a self-degrading process. And during apoptosis, the DNA will be degraded, the cell will shrink, and the part of the cell will be converted into smaller apoptotic bodies. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോപ്ടോസിസ് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്തിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾ ഇമ്മ്യൂണോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത് ഒരു മെക്കാനിസമാണ്. ആ മെക്കാനിസം വെച്ചിട്ട് എന്ത് ചെയ്യും, അൺവാണ്ടഡ് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ റിമൂവ് ചെയ്യും. അപ്പോൾ ഡാമേജ്ഡ് സെൽസ് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷണൽ സെൽസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് സെൽസിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് അപ്പോപ്ടോസിസ് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്ന് പറയുന്നത്. ഇതൊരു സെൽഫ് ഡീഗ്രഡേഷൻ പ്രോസസ്സാണ്. അതായത് സെല്ല് സ്വയം ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത്. അതായത് ഡാമേജ്ഡ് സെല്ല് സ്വയം എന്ത് ചെയ്യും, ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ സ്വയം നശിക്കും. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെല്ലിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ സ്വന്തമായിട്ട് നശിക്കും. അതാണ് അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോപ്ടോസിസിൻ്റെ സമയത്ത് നടക്കുന്ന പ്രോസസ്സുകളാണ് ഒന്ന്, DNA ഡീഗ്രേഡ് ചെയ്യും, അതായത് സെല്ലിൻ്റെ DNA ഡീഗ്രേഡ് ചെയ്യും. പിന്നെ സെല്ല് ചുരുങ്ങും അല്ലെങ്കിൽ സെല്ല് ഷ്രിങ്ക് ചെയ്യും. അതായത് വലിയ സെല്ല് ചുരുങ്ങിയിട്ട് ചെറിയ സെല്ലായിട്ട് മാറും. അതായത് അത് ചുരുങ്ങും, അതിൻ്റെ വലുപ്പത്തിൽ കുറവുണ്ടാവും. നെക്സ്റ്റ് ആ സെല്ല് എന്തായിട്ട് മാറും, അപ്പോപ്ടോട്ടിക് ബോഡീസ്, അതായത് സ്മോളർ അപ്പോപ്ടോട്ടിക് ബോഡീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ഒരു അപ്പോപ്ടോസിസ് പ്രോസസ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. സോ നോർമൽ സെൽ വിൽ shrink and there occurs chromatin condensation. There occurs membrane bleeding, that is the membrane will break up and the contents inside the cell will leak outside, and the nuclear collapse occur, that is the nuclear material will be degraded and the cell will be converted into apoptotic body, and there occurs the lysis of apoptotic bodies. So this is the procedure for അപ്പോപ്ടോസിസ്. അപ്പോൾ ഒരു അപ്പോപ്ടോസിൻ്റെ പ്രൊസീജിയറാണ് അല്ലെങ്കിൽ അപ്പോപ്ടോസിൻ്റെ ഒരു സൈക്കിളാണ് കാണിക്കുന്നത്. ഇപ്പോൾ നോർമൽ സെല്ല് ഷ്രിങ്ക് ചെയ്യും, അപ്പോൾ അതിൻ്റെ വലുപ്പം കുറഞ്ഞ് അതിങ്ങനെ ചുരുങ്ങി വരും. രണ്ടാമത്തേത് മെംബ്രെയിൻ ബ്ലീഡിങ് ഉണ്ടാവും, അതായത് മെംബ്രെയിൻ ബ്രേക്ക് ചെയ്തിട്ട് ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ്, അതായത് പ്രോട്ടോപ്ലാസം ഒക്കെ പുറത്തേക്ക് ലീക്ക് ചെയ്യും. അതാണ് മെംബ്രെയിൻ ബ്ലീഡിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് ന്യൂക്ലിയർ കൊളാപ്സ്, അതായത് ന്യൂക്ലിയർ മെറ്റീരിയൽ അല്ലെങ്കിൽ DNA ഡീഗ്രേഡ് ചെയ്യും. എന്നിട്ട് സെല്ല് സ്മോളർ അപ്പോപ്ടോട്ടിക് ബോഡി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ അപ്പോപ്ടോട്ടിക് ബോഡീസ് ലൈസ് ചെയ്തിട്ട് സെല്ലിനെ ഡിസ്ട്രക്ട് ചെയ്യും. സോ അപ്പോപ്ടോസിസ് ഇസ് റിവീൽഡ് ഇൻ സ്റ്റഡീസ് ഓൺ നെമറ്റോഡ് സീനോറാബിഡിറ്റ എലിഗൻസ് ഓർ സി എലിഗൻസ്. അപ്പോൾ അപ്പോപ്ടോസിസ് ആദ്യമായിട്ട് പഠിച്ചത് ഒരു നെമറ്റോഡിലാണ്, അതായത് നെമറ്റോഡ് വേമിലാണ്. ആ നെമറ്റോഡ് വേമിൻ്റെ പേരാണ് സീനോറാബിഡിറ്റ എലിഗൻസ്. നെമറ്റോഡ് എന്ന് വെച്ചാൽ ഒരു ക്ലാസ് ഓഫ് ഓർഗാൻസ് ആണ് നെമറ്റോഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഷെല്ലുള്ള ജീവികളാണ് നെമറ്റോഡ്സിൽ വരുന്നത്. അപ്പം നെമറ്റോഡ് വേമാണ്, ഒരു നെമറ്റോഡ് വേമാണ് സീനോറാബിഡിറ്റ എലിഗൻസ്. അത് ജെനറ്റിക് സ്റ്റഡീസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാൻസ് ആണ് സീനോറാബിഡിറ്റ എലിഗൻസ്. അപ്പോൾ സീനോറാബിഡിറ്റ എലിഗൻസ് അല്ലെങ്കിൽ സി എലിഗൻസിലാണ് ആദ്യമായിട്ട് അപ്പോപ്ടോസിസ് പഠിച്ചത്. So the capsaicins are the important proteins involved in apoptosis, and the capsaicins are the distinct group of cysteine proteases that are activated during early stages of apoptosis. അപ്പോൾ അപ്പോപ്ടോസിസിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് കാപ്സൈസസ് എന്ന് പറയുന്നത്. ഈ കാപ്സൈസസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എൻസൈംസ് ആണ്, ഒരു പ്രോട്ടിയസ് എൻസൈംസ് ആണ്, അതായത് പ്രോട്ടീൻ ഡീഗ്രേഡിങ് എൻസൈംസ് ആണ് കാപ്സൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ കാപ്സൈസസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റീൻ പ്രോട്ടിയസ് ആണ്.
ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോപ്ടോസിസിൻ്റെ ഏർലി സ്റ്റേജസിലാണ്. അത് അപ്പോപ്ടോസിസിൻ്റെ ഏർലി സ്റ്റേജസിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടിയോലൈറ്റിക് എൻസൈമാണ് കാപ്സേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാപ്സേസസിൻ്റെ ടാർഗറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ദി ടാർഗറ്റ് ഓഫ് കാപ്സേസസ് ആർ protein kinases like PKB, PKC, RAF1 these are involved in cell cycle regulation. Next is the lamin, which keeps up inner lining of nuclear envelope leading to shrinkage of nucleus. Next is the proteins of cytoskeleton such as intermediate filaments, actin, tubulin, etc. Next, an endonuclease called capsase activates DNAs that attacks DNA and break DNA into fragments. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ കാപ്സേസസ് സെല്ലിൻ്റെ അപ്പോപ്ടോസിസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റാണ് പ്രോട്ടീൻ കൈനേസ് ലൈക്ക് PKB, PKC, RAF1. അപ്പോൾ സെൽ സിഗ്നലിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കൈനേസസ് ആണ് PKB, PKC, RAF1 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സെൽ ഡിവിഷനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കൈനേസസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിനെയൊക്കെ ഈ കാപ്സേസ് നശിപ്പിക്കും. അപ്പോൾ സെല്ലിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡിവിഷനൊന്നും നടക്കില്ല. നെക്സ്റ്റ് ലാമിനാണ് അടുത്ത ടാർഗറ്റ്. ഇത് ന്യൂക്ലിയർ എൻവലപ്പിനെ ലൈൻ ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ലാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാമിൻ്റെ ഡിസ്ട്രക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ അതായത് കാപ്സേസസ് ലാമിനെ പോയിട്ട് ഡിസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയർ എൻവലപ്പ് ചുരുങ്ങും, അതായത് ന്യൂക്ലിയസ് ചുരുങ്ങും. അപ്പോൾ ന്യൂക്ലിയസ് ചുരുങ്ങും, നിങ്ങൾക്കറിയാം സെല്ല് മൊത്തത്തിൽ ചുരുങ്ങുന്നുണ്ട് ഇതിൻ്റെ സമയത്ത് അപ്പോപ്ടോസിസിൽ. അപ്പോൾ ന്യൂക്ലിയസ് ചുരുങ്ങാൻ കാരണം കാപ്സേസ് പോയിട്ട് ലാമിൻ എന്ന പ്രോട്ടീനെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ലാമിൻ എന്ന പ്രോട്ടീന് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിനിലുള്ള ഒരു പ്രോട്ടീനാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പിലുള്ള ഒരു പ്രോട്ടീനാണ് ലാമിൻ. അപ്പോൾ ഈ ലാമിനെ പോയിട്ട് കാപ്സേസസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസ് ചുരുങ്ങും. നെക്സ്റ്റ് പ്രോട്ടീൻസ് ഓഫ് സൈറ്റോസ്കെൽട്ടൺ സച്ച് ആസ് ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ്, ആക്റ്റിൻ, ട്യൂബുലിൻ, എക്സെട്ര. അപ്പോൾ ഈ ആക്റ്റിൻ, ട്യൂബുലിനൊക്കെ സൈറ്റോസ്കെൽട്ടൺ അതായത് സെല്ലിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോട്ടീൻസാണ് ആക്റ്റിനും ട്യൂബുലിനും ഒക്കെ. അപ്പോൾ സെല്ലിൻ്റെ സൈറ്റോസ്കെൽട്ടൺ ആണ് സെല്ലിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ കാപ്സേസസ് പോയിട്ട് സെല്ലിൻ്റെ സൈറ്റോസ്കെൽട്ടൺ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോട്ടീൻസിനെ പോയിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് അതിനെ നശിപ്പിക്കും. അപ്പോൾ സെല്ലിൻ്റെ സൈറ്റോസ്കെൽട്ടൺ അപ്പാട് ഡിസ്ട്രക്റ്റ് ആയിപ്പോവും. അപ്പോൾ സെല്ലിൻ്റെ ഷേപ്പ് മാറും, സെല്ല് അപ്പാട് ചുരുങ്ങിപ്പോവും. ഇതൊക്കെ സംഭവിക്കും. നെക്സ്റ്റ് എൻഡോന്യൂക്ലിയസ് കോൾഡ് കാപ്സേസ് ആക്ടിവേറ്റ്സ് DNAs. അപ്പം DNAs എന്ന് പറഞ്ഞ എൻസൈമിനെ കാപ്സേസ് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ DNAസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ DNA ഡീഗ്രേഡ് ചെയ്യുക, DNA അറ്റാക്ക് ചെയ്തിട്ട് അതിനെ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. അതാണ് DNAസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ DNAസിനെ ഈ കാപ്സേസ് പോയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് സെല്ലിൻ്റെ DNA നശിപ്പിക്കും. അപ്പോൾ കാപ്സേസസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം, അപ്പോപ്ടോസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് എൻസൈമാണ് കാപ്സേസ്. അപ്പോൾ കാപ്സേസ് ടാർഗറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീനാണ്. ഫസ്റ്റ് പ്രോട്ടീൻ കൈനേസ്, അതായത് സെൽ സൈക്കിൾ റെഗുലേഷനും സെൽ സിഗ്നലിങ്ങിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ നശിപ്പിക്കും. രണ്ടാമത്തത് ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനായ ലാമിനെ നശിപ്പിച്ചിട്ട് ന്യൂക്ലിയസിനെ സ്ട്രിങ്ക് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ചുരുങ്ങാൻ കാരണമാവും. നെക്സ്റ്റ് സൈറ്റോസ്കെൽട്ടനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസായ ട്യൂബുലിനും ആക്റ്റിനും ഒക്കെ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കും. അങ്ങനെ സെല്ലിൻ്റെ സ്ട്രിങ്കേജിനും സെല്ലിൻ്റെ സ്ട്രക്ചർ നഷ്ടപ്പെടാൻ കാരണമാവും. പിന്നെ DNAസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് DNA ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ there are two pathways for apoptosis. They are extrinsic pathway and intrinsic pathway. The extrinsic pathway is activated by external stimuli, whereas the intrinsic pathway is activated by internal stimuli. ഇപ്പോൾ അപ്പോപ്ടോസിസിന് 2 പാത്വേസ് ആണുള്ളത്. അപ്പോൾ രണ്ടും പഠിക്കണം, എക്സ്ട്രൻസിക് പാത്വേയും ഇൻട്രൻസിക് പാത്വേയും. അപ്പോൾ എക്സ്ട്രൻസിക് പാത്വേ സ്റ്റിമുലേറ്റഡ് ബൈ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഇപ്പോൾ എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആക്ടിവേറ്റ് ചെയ്യുന്ന പാത്വേ ആണ് എക്സ്ട്രൻസിക് പാത്വേ. ഇൻറ്റേർണൽ സ്റ്റിമുലൈ ആക്ടിവേറ്റ് ചെയ്യുന്ന പാത്വേ ആണ് ഇൻട്രൻസിക് പാത്വേ എന്ന് പറയുന്നത്. അപ്പം 2 പാത്വേസ് ആണ് അപ്പോപ്ടോസിസിനുള്ളത്. ഒന്ന് എക്സ്ട്രൻസിക് പാത്വേ, 2 ഇൻട്രൻസിക് പാത്വേ. അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പാത്വേ ആണ് എക്സ്ട്രൻസിക് പാത്വേ. ഇൻറ്റേർണൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പാത്വേ ആണ്, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന പാത്വേ ആണ് ഇൻട്രൻസിക് പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് എക്സ്ട്രൻസിക് പാത്വേ ആണ്. So the stimulus for apoptosis is carried by an extracellular messenger protein called tumor necrosis factor, or TNF, which is named after its ability to kill tumor cells. The TNF is produced by certain cells of immune system
in response to adverse conditions such as exposure to ionizing radiation, elevated temperature, viral infection, or toxic chemical agents. The TNF evolves its response by binding to a transmembrane receptor called TNFR1 that turn on the apoptotic process. The cytoplasmic domain of each TNF receptor subunit contains a death domain that mediates protein-protein interaction. Binding of TNF to the trimeric receptor produces a change in the conformation of death domain, which leads to a recruitment of number of protein. The last protein to join the complex that assembled at the inner surface of plasma membrane are 2 procapsase 8 molecule that contains extra protein that must be removed by proteolytic processing to activate the enzyme. So in the extrinsic pathway, the important protein involved in extrinsic pathway is the TNF or tumor necrosis factor. Whenever there occurs any cell damage such as ionizing radiation, damage, elevated temperature, viral infection, or toxic chemical agents, our immune system will produce TNF or tumor necrosis factor. So whenever there occurs a cell damage due to the ionizing radiation, viral infection, etc., our immune system will produce a protein called tumor necrosis factor or TNF. It is named because tumor necrosis factor because it kills and destructs tumor cells. This TNF will binds to TNFR1. This is the figure for this. The TNF will bind to a receptor known as TNFR1, which contains a death domain. So the binding of TNF to its receptor TNFR1 will change the structure of the death domain which is present in the receptor of TNF, and this will leads to the activation of the protein known as procapsase 8, which occurs in a pair. The procapsase 8 will be activated by removal of an extra protein to capsase 8. The capsase 8 will activate procapsase 3 to capsase 3, which will initiate apoptosis. So the important role played by in the extrinsic pathway is by a protein called tumor necrosis factor. So the important protein involved in extrinsic pathway is tumor necrosis factor or TNF. The TNF will bind to its receptor, and the TNF is this production of TNF is stimulated by immune system whenever there occurs any cell damage like ionizing radiation, viral infection, etc. This TNF will bind to its receptor known as TNFR1. The TNFR1 consists of a death domain attached to it. The binding of TNF to TNFR1 changes the conformation of the death domain. This will activate procapsase 8. The procapsase 8 occurs in pairs of 2, and there occurs it is inactive because it consists of an unwanted protein part which is removed by its activation. So the procapsase 8 is converted into activated form capsase 8. This capsase 8 will catalyze the conversion of procapsase 3 to capsase 3, which initiate apoptosis. Extrinsic pathway എന്താണ്? അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ് എക്സ്ട്രിൻസിക് പാത്വേനെ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ്ട്രിൻസിക് പാത്വേയിൽ ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ അല്ലെങ്കിൽ TNF എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും സെൽ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് അയോണിക് റേഡിയേഷനോ വൈറൽ ഇൻഫെക്ഷനോ ഹൈ ടെമ്പറേച്ചറൊക്കെ വെച്ചിട്ട് സെൽ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോട്ടീനാണ് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആ പേര് കിട്ടാൻ കാരണം എന്താണ്? അതൊക്കെ ട്യൂമർ സെൽസിനെ കില്ല് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ അതിൻ്റെ റിസപ്റ്ററിൻ്റെ മുകളിൽ പോയി ബൈൻഡ് ചെയ്യും. ആ റിസപ്റ്ററാണ് TNFR1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസപ്റ്ററിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഡെത്ത് ഡൊമെയിൻ ഉണ്ടാവും. അപ്പോൾ ഈ TNFR1നോട് TNF അല്ലെങ്കിൽ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഈ ഡെത്ത് ഡൊമെയിൻ ആക്ടിവേറ്റഡ് ആവും.
അപ്പോൾ ഈ ഡെത്ത് ഡൊമൈനോട് അറ്റാച്ച് ചെയ്തിട്ട് 2 പ്രോട്ടീൻസ് ഉണ്ടാവും. അതാണ് പ്രോകാപ്സേസ് 8 എന്ന് പറയുന്നത്. ഈ പ്രോകാപ്സേസ് 8ന് അൺവാണ്ടഡ് പ്രോട്ടീൻസ് പാർട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് ഇനാക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ ഈ ഡെത്ത് ഡൊമൈൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഡെത്ത് ഡൊമൈന് അതിൻ്റെ പ്രോകാപ്സേസ് 8ൻ്റെ അൺവാണ്ടഡ് പ്രോട്ടീൻ പാർട്ട് റിമൂവ് ചെയ്തിട്ട് അതിന് ആക്റ്റീവായിട്ടുള്ള, അതായത് പ്രോകാപ്സേസ് 8 ഇനാക്റ്റീവാണ്, അതിന് ആക്റ്റീവായിട്ടുള്ള കാപ്സേസ് 8 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കാപ്സേസ് 8 ഇനാക്റ്റീവായിട്ടുള്ള പ്രോകാപ്സേസ് 3നെ ആക്റ്റീവായിട്ടുള്ള കാപ്സേസ് 3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അത് അപ്പോപ്ടോസിസ് ഇനീഷ്യേറ്റ് ചെയ്യും. അപ്പോൾ എക്സ്ട്രിൻസിക് പാത്വേ ഒന്നുകൂടിയും പറയാം. അപ്പോൾ എക്സ്ട്രിൻസിക് പാത്വേയിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന പ്രോട്ടീനാണ് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ. അപ്പോൾ ഈ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ അല്ലെങ്കിൽ TNF വന്നിട്ട് TNFR1 ബൈൻഡ് ചെയ്യും. അത് ട്യൂമർ നെക്രോസിസ് ഫാക്ടറിൻ്റെ റിസപ്റ്ററാണ് TNFR1 എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട്, ആ റിസപ്റ്ററിനോട് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്താൽ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡെത്ത് ഡൊമൈനിനെ അത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡെത്ത് ഡൊമൈൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രോകാപ്സേസ് 8നെ അതിൻ്റെ ആക്റ്റീവ് ഫോമായിട്ടുള്ള കാപ്സേസ് 8ലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ പ്രോകാപ്സേസ് 8 രണ്ടെണ്ണം ഒരു പെയേഴ്സിലാണ് ഒക്കർ ചെയ്യുക. അപ്പോൾ ഈ പെയേഴ്സിലുള്ള പ്രോകാപ്സേസ് 8നെ കാപ്സേസ് 8 ആയിട്ട് ആക്റ്റീവായിട്ടുള്ള കാപ്സേസ് 8ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ കാപ്സേസ് 8 ഇനാക്റ്റീവായിട്ടുള്ള പ്രോകാപ്സേസ് 3നെ ആക്റ്റീവായിട്ടുള്ള കാപ്സേസ് 3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ അത് അപ്പോപ്ടോസിസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ പ്രോകാപ്സേസ് 8നെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഡെത്ത് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള, അതായത് കൺഫർമേഷൻ ചേഞ്ച് ആയിട്ടുള്ള ഡെത്ത് ഡൊമൈനാണ്. അപ്പോൾ ആദ്യം TNF വന്നിട്ട് TNFR1 ബൈൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ TNFR1 റിസപ്റ്ററിനോട് ബൈൻഡ് ചെയ്തിട്ട് ഡെത്ത് ഡൊമൈൻ ഉണ്ടാവും. അതിൻ്റെ കൺഫർമേഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ഡെത്ത് ഡൊമൈന് ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ആ ഡെത്ത് ഡൊമൈനാണ് പ്രോകാപ്സേസ് 8നെ കാപ്സേസ് 8 ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനാക്റ്റീവ് ആയിരിക്കും പ്രോകാപ്സേസ് 8, അതിന് ആക്റ്റീവ് കാപ്സേസ് 8 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഡെത്ത് ഡൊമൈനാണ്. നെക്സ്റ്റ് ആ കാപ്സേസ് 8 ഇനാക്റ്റീവായിട്ടുള്ള പ്രോകാപ്സേസ് 3നെ കാപ്സേസ് 3 ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. ആ കാപ്സേസ് 3 ആണ് അപ്പോപ്ടോസിസ് ഇനീഷ്യേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ദി ഇൻട്രിൻസിക് പാത്വേ. Internal stimuli such as irreparable genetic damage, lack of oxygen or hypoxia, extremely high concentration of cytosolic calcium or severe oxidation stress trigger apoptosis by intrinsic pathway. The activation of intrinsic pathway is regulated by members of BCL2 family of protein. The BCL2 family members can be subdivided into pro-apoptotic members that promote apoptosis or anti-apoptotic members that protect cell from apoptosis. So whenever there is stressful stimuli occur, the pro-apoptotic members of BCL2 family such as BAX translocate from cytosol to the outer mitochondrial membrane. The insertion of BAX into outer mitochondrial membrane increases the permeability of the membrane and promotes the release of some mitochondrial proteins like cytochrome C, which resides in the intermembrane space. The BAX form a protein-lined channel within mitochondrial membrane. The mitochondrial membrane permeability may be accelerated by a rise in cytosolic calcium levels following release of ions from endoplasmic reticulum. The anti-apoptotic proteins such as BCL2 directly or indirectly inhibit the release of cytochrome C and other pro-apoptotic mitochondrial proteins that leads to cell death. Once in cytosol, the cytosol 3 parts forms a multi-protein complex called apoptosome that also includes several molecules of procapsase 9. It is activated simply by joining multi-protein complex and activates downstream excisional capsases, which brings about apoptosis. So whenever there any internal cellular damage occurs, this will lead to the activation of pre-apoptotic BCL2, pro-apoptotic BCL2 family members like BAX. These BAX will translocate from inner membrane space of mitochondria to the outer membrane, and this translocation will lead to the release of mitochondrial proteins like cytochrome C. This cytochrome C forms a complex with procapsase 9 known as apoptosome. This apoptosome will convert executioner procapsase to executioner capsase, which activates apoptosis. So
the intrinsic pathway occurs whenever there occurs any internal stimuli like hypoxia, that is lack of oxygen, extremely high concentration of cytosolic calcium, severe oxidation stress, etc. So the activation of intrinsic pathways regulated by BCL2 family of protein. The BCL2 family of proteins are of two types. They are pro-apoptotic BCL2 family members that promotes apoptosis, and anti-apoptotic class of apoptotic protein which inhibits apoptosis. So the important role in the intrinsic pathway is played by BCL2 class of family of protein. Like important role in extrinsic pathways played by tumor necrosis factor. The important role in important role in extrinsic pathways played by tumor necrosis factor. The important role in intrinsic pathways played by BCL2 family of protein, and these BCL2 family of protein are of two types. They are pro-apoptotic members that promote apoptosis and anti-apoptotic members that inhibit apoptosis. So whenever there occurs an internal stimuli, the pro-apoptotic member of family members of BCL2 family, that is whenever there occurs an internal cellular damage, there occurs the release of pro-apoptotic members of BCL2 family protein like bags. The bags will be transferred from intermembrane mitochondrial membrane to outer mitochondrial membrane. The transfer of bags from inner mitochondrial membrane to outer mitochondrial membrane will lead to the release of protein, mitochondrial proteins like cytochrome C. This cytochrome C will form a complex with the procapsid 9 to form an apoptosome. This apoptosome will remove and activate an executioner procapsid into executioner capsid. This executioner capsid activate apoptosis. അപ്പോൾ ഇൻട്രൻസിക് പാത്വേയിൽ എന്താണ് വേണ്ടത്? ഇൻട്രൻസിക് പാത്വേ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടത് ഇൻറ്റേർണൽ സ്റ്റിമുലൈ ആണ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ സെൽ ഡാമേജ് ആണ്. ലൈക്ക് ഹൈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, hypoxia, that is lack of oxygen, high amount of cytosolic calcium, etc. എക്സ്ട്രിൻസിക് പാത്വേയിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന പ്രോട്ടീനാണ് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ. അതുപോലെ ഇൻട്രൻസിക് പാത്വേയിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന പ്രോട്ടീനാണ് BCL2 പ്രോട്ടീൻ. അപ്പോൾ ഈ BCL2 ഫാമിലി ഓഫ് പ്രോട്ടീന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രോ അപ്പോപ്റ്റോട്ടിക് BCL2 ഫാമിലി ഓഫ് പ്രോട്ടീൻ, രണ്ടാമത്തത് ആൻറ്റി അപ്പോപ്റ്റോട്ടിക് BCL2 ഫാമിലി ഓഫ് പ്രോട്ടീൻ. അപ്പോൾ പ്രോ അപ്പോപ്റ്റോട്ടിക് BCL2 ഫാമിലി ഓഫ് പ്രോട്ടീന് അപ്പോപ്റ്റോസിസിനെ ആക്ടിവേറ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ഫാമിലി ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ഫാമിലി ഓഫ് BCL2 പ്രോട്ടീൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അപ്പോപ്റ്റോസിസിനെ സപ്രസ് ചെയ്യും അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ പ്രോ അപ്പോപ്റ്റോട്ടിക് ആക്ടിവേറ്റ് ചെയ്യുമെങ്കിൽ ആൻറ്റി അപ്പോപ്റ്റോട്ടിക് എന്ത് ചെയ്യും? അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അപ്പോപ്റ്റോസിസ് നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെല്ലിനെ എൻകറേജ് ചെയ്യുന്നത് പ്രോ അപ്പോപ്റ്റോട്ടിക് ഫാമിലി ഓഫ് BCL2 കാറ്റഗറി ഓഫ് BCL2 പ്രോട്ടീനാണ്. അപ്പോപ്റ്റോസിസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ഫാമിലി ഓഫ് BCL2 പ്രോട്ടീനാണ്. അപ്പോൾ ഒരു ഇൻറ്റേർണൽ സെല്ലുലാർ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രോ അപ്പോപ്റ്റോട്ടിക് ക്ലാസ് ഓഫ് BCL2 പ്രോട്ടീൻസ് റിലീസ് ചെയ്യും. ഇപ്പോൾ ഈ പ്രോ അപ്പോപ്റ്റോട്ടിക് ക്ലാസ് ഓഫ് BCL2 പ്രോട്ടീൻ്റെ എക്സാമ്പിളാണ് ബാക്സ് എന്ന് പറയുന്നത്. ഈ ബാക്സ് സാധാരണ കണ്ടുവരുന്നത് മൈറ്റോകോൺട്രിയൻ്റെ ഇന്നർ മെംബ്രെയിൻ സ്പേസിലാണ്. അപ്പോൾ ഒരു സെല്ലുലാർ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബാക്സ് മൈറ്റോകോൺട്രിയൻ്റെ ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് മൈറ്റോകോൺട്രിയൻ്റെ ഔട്ടർ മെംബ്രെയിൻ സ്പേസിലേക്ക് മൂവ് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ ബാക്സ് സെല്ലിൽ മൈറ്റോകോൺട്രിയൻ്റെ ഉള്ളിലുള്ള ബാക്സ് മൈറ്റോകോൺട്രിയൻ്റെ പുറത്തുള്ള മെംബ്രെയിനോട് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ആ സമയത്ത് മൈറ്റോകോൺട്രിയൻ്റെ അകത്തുള്ള സൈറ്റോക്രോം C പോലെയുള്ള പ്രോട്ടീൻസ് പുറത്തേക്ക് റിലീസ് ചെയ്യും. ഈ സൈറ്റോക്രോം C പ്രോകാപ്സിസ് 9 എന്ന പ്രോട്ടീനായിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സിന് പറയുന്ന പേരാണ് അപ്പോപ്റ്റോസോം എന്ന് പറയുന്നത്.
ഈ അപ്പോപ്റ്റോസോം എക്സിക്യൂഷണർ പ്രോകാപ്സേസ് ഇതൊരു ഇനാക്റ്റീവ് ഫോമാണ് എക്സിക്യൂഷണർ പ്രോകാപ്സേസ്. അപ്പോൾ ഇനാക്റ്റീവ് ആയിട്ടുള്ള എക്സിക്യൂഷണർ പ്രോകാപ്സേസിനെ ആക്റ്റീവ് ആയിട്ടുള്ള എക്സിക്യൂഷണർ കാപ്സേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അത് ഈ എക്സിക്യൂഷണർ കാപ്സേസ് അപ്പോപ്റ്റോസിനെ ട്രിഗർ ചെയ്യും. അപ്പോൾ ഇൻട്രിൻസിക് പാത്വേ ഒന്നുകൂടി പറയാം. ഇൻട്രിൻസിക് പാത്വേനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഇൻറ്റേർണൽ സ്റ്റിമുലേ ആണ്. ലൈക്ക് ഹൈപ്പോക്സിയ, അതായത് ലാക്ക് ഓഫ് ഓക്സിജൻ, പിന്നെ ഈ സംഭവങ്ങളൊക്കെ, അതായത് ഈ സെല്ലുലാർ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻട്രിൻസിക് പാത്വേ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇൻട്രിൻസിക് പാത്വേയിൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന പ്രോട്ടീനാണ് BCL2 പ്രോട്ടീൻ. അപ്പോൾ ഈ BCL2 രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് അപ്പോപ്റ്റോസിസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന BCL2 പ്രോട്ടീൻസ് ആണ് പ്രോ അപ്പോപ്റ്റോട്ടിക് BCL2 പ്രോട്ടീൻ. അപ്പോപ്റ്റോസിനെ രണ്ടാമത്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, അതായത് അപ്പോപ്റ്റോസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന BCL2 പ്രോട്ടീനാണ് ആൻറ്റി അപ്പോപ്റ്റോട്ടിക് BCL2 പ്രോട്ടീൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ സെല്ലുലാർ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പ്രോ അപ്പോപ്റ്റോട്ടിക് BCL2 പ്രോട്ടീനായ ബാക്സ് പോലെയുള്ളത് റിലീസ് ചെയ്യും. അപ്പോൾ ഈ ബാക്സ് സാധാരണ കണ്ടുവരുന്നത് മൈറ്റോകോൺഡ്രിയൻ്റെ ഇന്നർ മെംബ്രെയിനിലാണ്. പക്ഷേ ഈ ഇൻറ്റേർണൽ സെല്ലുലാർ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബാക്സ് ഇന്നർ മെംബ്രെയിനിൽ നിന്ന് ഔട്ടർ മെംബ്രെയിൻ, മൈറ്റോകോൺഡ്രിയൻ്റെ ഔട്ടർ മെംബ്രെയിനിലേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മൂവ് ചെയ്യും. അപ്പോൾ ബാക്സ് ഔട്ടർ മെംബ്രെയിനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിലുള്ളത്, മൈറ്റോകോൺഡ്രിയൻ്റെ ഉള്ളിലുള്ള സൈറ്റോക്രോം C പോലെയുള്ള പ്രോട്ടീൻസ് റിലീസ് ചെയ്യും. ഈ സൈറ്റോക്രോം C പ്രോകാപ്സേസ് 9 വേണ്ടി ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സ് ആണ് അപ്പോപ്റ്റോസോം എന്ന് പറയുന്നത്. ഈ അപ്പോപ്റ്റോസോം എക്സിക്യൂഷണർ പ്രോകാപ്സേസിനെ എക്സിക്യൂഷണർ കാപ്സേസ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. ഈ എക്സിക്യൂഷണർ കാപ്സേസ് അപ്പോപ്റ്റോസിസ് നടത്തും. ഇതാണ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് പാത്വേ. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ തേർഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യും.